നമസ്കാരം. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നിന്നിറങ്ങിയ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ചിരി നിർത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. വനം വന്യജീവി വകുപ്പ് മന്ത്രിയായ ശ്രീ ഷിബു ബേബി ജോൺ ഉണ്ടല്ലോ, അദ്ദേഹത്തിനെതിരെ ഒരു CPM നേതാവ് നടത്തിയ അധിക്ഷേപത്തെക്കുറിച്ച് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. കടപ്പുറത്ത് കിടക്കുന്നവൻ, വിവരം കെട്ടവൻ എന്നൊക്കെ ഒരാള് ഈ മന്ത്രിയെക്കുറിച്ച് പറഞ്ഞിരുന്നു അത്രേ എന്നല്ല, പറഞ്ഞതാണ്. അതാരാണ് പറഞ്ഞതെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. മറ്റാരുമല്ല, സ്വാഭാവികമായും സാക്ഷാൽ ശ്രീമാൻ MM മണി. സർ, എന്നെ കുറിച്ച് ഈ 17-ാം ദിവസത്തിൽ ഒരു CPM നേതാവ് പറഞ്ഞ് കടപ്പുറത്ത് കിടക്കുന്നവൻ, വിവരമില്ലാത്തവൻ എന്ന് പറഞ്ഞുകൊണ്ടാ പറഞ്ഞു. പക്ഷെ ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? സഭയിൽ ആദ്യത്തെ കുരു പൊട്ടിയത് ബാലഗോപാലൻ ചേട്ടനാണ്. എന്നെ പറ്റി ഒരു നേതാവ് പറഞ്ഞു എവിടോ എന്ന് പറഞ്ഞിട്ടാ. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോകുന്നത് ശരിയല്ല. ഈ സഭയുടെ സമയം അതിനുപയോഗിക്കുന്നില്ല. എവിടോ ആരോ പറഞ്ഞു എന്ന് നാട്ടുകാർ മുഴുവൻ MM മണി പറഞ്ഞത് കേട്ടതാ. പക്ഷെ ബാലഗോപാലൻ ചേട്ടന്റെ മാത്രം ചെവിയിലോട്ട് അത് കേറത്തില്ലല്ലോ, സ്വാഭാവികം. ഇതൊക്കെ കേട്ട കുരുപൊട്ടി ഒലിക്കുകയും ചെയ്യും, അതും സ്വാഭാവികം. കോമഡി ഇനിയാണ്. സ്വന്തമായിട്ട് പറയാൻ കയ്യിലൊന്നും ഇല്ലാതെ കുനിഞ്ഞുകൂടി ഇരിക്കുകയാണെന്ന് കൂടെ ഇരിക്കുന്നവർക്ക് വരെ മനസ്സിലായി. LOP പറയേണ്ടതാണ്, എന്തിനാ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് എന്നൊക്കെ ബാലഗോപാലൻ പിണറായിയുടെ മുഖത്ത് നോക്കി കൈ ചൂണ്ടി പറഞ്ഞപ്പോൾ പിണറായിയുടെ ഒരു എക്സ്പ്രഷൻ, വായും പൊളിച്ചിരുന്നോണ്ട് അതിന് എനിക്ക് എഴുതി തന്നത് വായിച്ചല്ലേ ശീലമുള്ളൂ എന്ന മട്ടിൽ നിസ്സഹായതയോടെ ഒരു നോട്ടം. കാര്യം ബാലഗോപാലൻ പ്രതിപക്ഷ നേതാവിന്റെ കുപ്പായമൊക്കെ തയ്ച്ചു വെച്ചുകൊണ്ട് നോക്കിയിരുന്നതാണല്ലോ. ആ സമയത്താണല്ലോ പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വാടക വീടെടുത്ത് സത്യാഗ്രഹം തുടങ്ങിയത്. ആ ചൊരുക്ക് ബാലഗോപാലൻ ഉണ്ടാകാതിരിക്കത്തില്ലല്ലോ. ഏതായാലും ഈ ഒരു ഡയലോഗ് ബാലഗോപാലൻ പറഞ്ഞ രീതിയും ടോണും വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്: വായി പഴവും തിരികെ വെച്ചുകൊണ്ടിരിക്കാതെ എന്തെങ്കിലും തൊള്ള തുറന്ന് മിണ്ടടോ, അങ്ങനെ പറഞ്ഞതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും പിണറായി വിജയൻ ചുറ്റും നോക്കിയപ്പോൾ എല്ലാവരും സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുക. അതാണല്ലോ എളുപ്പപ്പണി. ബഹിഷ്കരണം. ചോദിക്കുന്നതിന് ഉത്തരം ഇല്ലാതെ വരുമ്പോൾ അങ്ങ് ബഹിഷ്കരിച്ചേക്കണം. ഒരു ബസ്സിന്റെ 2 സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും കഴിയാഞ്ഞിട്ട് ലിഫ്റ്റ് വെച്ച ആളാ ഇപ്പം മിനിറ്റിന് ബഹിഷ്കരണം എന്ന് പറഞ്ഞ് നിയമസഭയുടെ എത്ര പടിയാണെന്നറിയാവോ ചാടി കയറുന്നതും ഇറങ്ങുന്നതും. അതൊക്കെ പോട്ടെ. പറഞ്ഞു വന്നത്, അങ്ങനെ എല്ലാവരും ബഹിഷ്കരിക്കുകയാണെങ്കിൽ പിന്നെ ഞാനും ബഹിഷ്കരിച്ചേക്കാം എന്ന് പറഞ്ഞ് പിണറായി ഡയലോഗ് തുടങ്ങി. ഇത് നിയതമായ രീതികളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ രീതിയിലാണ് പോകുന്നത്. നിയതമായ രീതിയുടെ ഉപജ്ഞാതാവേ, തുടർന്നാലും ചിലരെ പ്രത്യേകമായി പറഞ്ഞു വിടുകയാണോ എന്നൊരു ശങ്ക. വേറെ ശങ്ക ഒന്നും ഇല്ലല്ലോ അല്ലേ? അല്ല, വല്ല 1 2 അങ്ങനെ എന്തെങ്കിലും സാഹചര്യവും മുഖഭാവവും ഒക്കെ കണ്ടിട്ട് അങ്ങനെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. പാവത്തിന്റെ മനസ്സിൽ മുഴുവൻ ശങ്കയാണ് കേട്ടോ. മോളും മരുമോനും എല്ലാം അടപടല ഇപ്പൊ പെട്ടിരിക്കുകയല്ലേ. EDയുടെ കയ്യിൽ നിന്ന് എങ്ങനെ ഊരാം എന്ന ചിന്തയാണ് ഇപ്പൊ സകല നേരവും. അങ്ങനെ എങ്ങാണ്ട് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാ കേട്ടോ ഈ ബാലഗോപാലൻ ചേട്ടൻ തട്ടി ഉണർത്തിയത്. നേരം കളയാതെ പെട്ടെന്ന് ബഹിഷ്കരിക്കുക, അല്ലെങ്കിൽ ബാലഗോപാലൻ ചേട്ടൻ പിന്നെ അക്രമാസക്തനാവും. സഹകരിക്കാൻ ഞങ്ങൾ ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടി മാത്രം ഒരു പ്രതിപക്ഷ നേതാവ്. അതും പറയണമെങ്കിൽ ഇപ്പൊ ആരെങ്കിലും തട്ടി വിളിച്ചുണർത്തി കീ കൊടുക്കേണ്ട അവസ്ഥയാണ്. പെട്ടെന്ന് ചെന്നാട്ടെ. ഉറച്ചിരിക്കാതെ ഡെയിലി വന്ന് ബഹിഷ്കരിക്കാൻ വേണ്ടിയാണല്ലോ കുറെ മണ്ടന്മാര് നിങ്ങൾക്ക് വോട്ട് തന്ന് അങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഏത് പാർട്ടിക്കാരാണെങ്കിലും ശരി, ബഹിഷ്കരിക്കുന്നവർക്ക് ആ ദിവസത്തെ ഒരു ആനുകൂല്യവും കൊടുക്കരുത്. ഒരു സഭ നടക്കുമ്പോൾ സഭയിലെ അംഗങ്ങൾ അവിടെ ഇരുന്ന് സഹകരിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. ഇത് എപ്പോൾ നോക്കിയാലും അവരുടെ ഒടുക്കത്തെ ഒരു ബഹിഷ്കരണം. ഒരു കാര്യം അവിടെ നേരെ ചൊവ്വേ സംസാരിക്കാൻ ഇവന്മാർ സമ്മതിക്കുകയില്ല. അതുപോലെ തന്നെ കവലകളിലും ഒക്കെ മൈക്ക് കെട്ടി പ്രസംഗിക്കുന്ന റേഞ്ചിലുള്ള സാധനങ്ങളുണ്ടല്ലോ, അതുപോലെയുള്ള പ്രസംഗങ്ങൾ ദയവ് ചെയ്ത് നിയമസഭയിലെ വിലപ്പെട്ട സമയം കളയുന്നതിന് വേണ്ടി ചെലവാക്കരുത്. അതിനെതിരെ എന്തെങ്കിലും നിയമം വരണം. റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് ആവശ്യത്തിന് പന്തൽ കെട്ടി പ്രസംഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്, ഇപ്പോഴും നടത്തുന്നുണ്ട്. പിന്നെന്തിനാ ആ ലെവലിലുള്ള പ്രസംഗങ്ങൾ നടത്താൻ വേണ്ടി നിയമസഭയിലോട്ട് വരുന്നത്? ചുമ്മാ കടന്ന് വളവളാന്ന് പറയുക, മറ്റവർ കാര്യമായിട്ട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ സഭയങ്ങ് ബഹിഷ്കരിക്കുക. എന്തൊക്കെ പറഞ്ഞാലും പിണറായി വിജയന്റെ സമയം കൊള്ളാം. സതീശന്റെ വായിൽ നിന്നും കേൾക്കണം, കൂടെ ഇരിക്കുന്ന ജൂനിയർ തരികളുടെ വായിൽ നിന്നും കേൾക്കണം. ഒരു മന്ത്രി മറുപടി പറയുമ്പോൾ മറ്റൊരു മന്ത്രി എഴുന്നേറ്റിട്ട് ഈ പറയുന്ന മന്ത്രിക്ക് കഴിവില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ് അങ്ങേയറ്റത്തെ അപരാധം. അടുത്തത് വാങ്ങിക്കാൻ സമയമായി. ഇന്ന് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നിരവധി ആളുകൾ അതിനിടയിൽ ഇടപെട്ട് സംസാരിച്ചതിന്റെ റെക്കോർഡ് ഈ സഭയിലുണ്ട്. കിട്ടി. സതീശന്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളത് ചോദിച്ചു മേടിച്ചിട്ടുണ്ട്. അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്ന സമയത്ത് ആരും ഇടയ്ക്ക് കയറിയൊന്നും സംസാരിച്ചിട്ടില്ലായിരുന്നല്ലോ കഴിഞ്ഞ 10 വർഷം. സഭാരേഖകളിലുണ്ട്, കണ്ടുകൊണ്ടിരുന്ന മനുഷ്യരുടെ മനസ്സിലുമുണ്ട് ആരും ഇടപെടാതിരുന്നത്.
കുറേ വർഷങ്ങൾ പുറകിലോട്ടൊന്നും പോകണ്ടല്ലോ. കുറച്ചു മുമ്പ് ബാലഗോപാലൻ ചേട്ടൻ ചെയ്തത് എന്താ പിണറായിയോട്? മന്ത്രി ഷിബു ബേബി ജോൺ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മര്യാദയ്ക്ക് മോടെ മരുമോൻ്റെയും കാര്യം ആലോചിച്ച് തലയും പുകച്ച് കുമ്പിട്ട് അവിടെ ഇരുന്ന മനുഷ്യനാ പിണറായി വിജയൻ. എടാ കഴിവുകെട്ടവനെ തൊള്ള തുറക്ക് എന്ന് ബാലഗോപാലൻ പറഞ്ഞതിന് തുല്യമായിരുന്നു പിണറായിയെ തട്ടി എഴുന്നേൽപ്പിച്ച് ആ ബഹിഷ്കരിപ്പിച്ചത്. ഇതെല്ലാം പോട്ടെ, ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേറൊരു കാര്യം എന്താ? ഇത്തരമൊരു മദ്യ ഒഴുക്കിനുള്ള സാഹചര്യം ഒരു സർക്കാരും ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. മദ്യം ഒഴുക്കുന്നതിന് സാഹചര്യം ഒരുങ്ങാതിരിക്കാൻ വേണ്ടി 28 ബാറുകളിൽ നിന്ന് 928 ബാറുകളാക്കി പാതിരാത്രി വരെ കേരളത്തെ കുടിപ്പിച്ചു കിടത്തിയ ഓട്ടക്കപ്പലിന്റെ ക്യാപ്റ്റന് പിന്നിൽ പിരിവെട്ടി നിൽക്കുന്ന സഖാക്കൾ ഒരു ജയ് വിളിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. മരച്ചീനിന്നും മരത്തൊലിയെന്നും മാങ്ങാണ്ടിയെന്നും ഒക്കെ വീര്യം കുറഞ്ഞ പോഷകാഹാരം ഉൽപ്പാദിപ്പിക്കാം എന്ന് പറഞ്ഞ് ഇപ്പോഴും നടപ്പുണ്ട് അവരുടെ ഒരു താത്വിക ആചാര്യൻ. കള്ള് വിറ്റ് കുടുംബ വികസനം നടത്തുന്ന പരിപാടി കാലാകാലങ്ങളായിട്ട് ചെയ്തു വരുന്ന കശ്മലന്മാരാണ് ഈ നിന്ന് വായ്ത്താളം അടിക്കുന്നത്. ഇവന്മാരുടെ തൊലിക്കട്ടിയുണ്ടല്ലോ, അപാരം തന്നെ. എന്താണ് ഇത്ര ധൃതി? ഓ, അതായിരുന്നോ പ്രശ്നം? പയ്യെ തിന്നാ പനയുടെ മണ്ട വരെ തിന്ന് തീർക്കാമെന്ന് തെളിയിച്ച നിങ്ങളെ കണ്ട് പഠിക്കാൻ പറയുകയാണോ? അത് ശരി, ധൃതി വേണ്ട, പയ്യെ പയ്യെ മദ്യം ഒഴുക്കണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്, അല്ലേ? അങ്ങനല്ലേ പറയുന്നത്? നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാ പറയുന്നത്. അതുകൊണ്ട് പരിഗണിക്കാം കേട്ടോ പുതിയ സർക്കാരെ. എന്തുകൊണ്ടാണ് ഇത്ര കടുംപിടുത്തം? കടുംപിടുത്തത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോഴത്തെ ജീവിതം വല്ലാത്ത കഷ്ടമാണ്, അല്ലേ പ്രതിപക്ഷ നേതാവേ? കടുംപിടുത്തവും ഇല്ല, കടുപ്പോ ഇല്ല, ധാർഷ്ട്യവും ഇല്ല, മൈക്കിനെ പിടിച്ച് ഓടിക്കാനും പറ്റത്തില്ല, മാപ്രയെ ഓടിക്കാനും പറ്റത്തില്ല. ഗതികെട്ട ഒരു ജീവിതം തന്നെ. കഷ്ടപ്പാട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. സ്വന്തം മണ്ഡലത്തിൽ നിന്ന് തന്നെ ജനങ്ങൾ പണി തന്നിട്ട് ഈ പണി നിർത്താൻ തോന്നാത്തതാണ് ഏക അത്ഭുതം. ഏതായാലും ഇത്രത്തോളമൊക്കെ ആയി സഖാവേ. മദ്യവിമുക്ത കേരളത്തിനായി ഒരു നിരാഹാര സമരം അങ്ങ് തുടങ്ങിയാട്ടെ. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന് കേട്ടിട്ടില്ലേ? ആ ചിലരിൽ പ്രധാനിയായി അങ്ങൊന്ന് വാഴ്ത്തപ്പെടട്ടെ.